അപ്പോൾ 7 ശ്ലോകം വരെയുള്ളത് മനസ്സിലായില്ലേ? ശരീരം എന്ന് പറയുന്നത് ഈ പഞ്ചവിഷയങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകൾക്ക് നടുക്കിൽ നിൽക്കുന്ന പുരം, അതാണ് ശരീരം. പാഞ്ചാലം എന്ന പ്രദേശത്തിൻ്റെ നടുക്കിലാണ് ആ പുരഞ്ജനൻ വസിക്കുന്ന പുരം ഉണ്ടായിരുന്നത്, എന്ന് വെച്ചാൽ ആ ശരീരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയുള്ളത് ക്ലിയർ ആയില്ലേ? ഇനി ആ സ്ത്രീ നമുക്ക് ഒരുമിച്ച് 100 വർഷം ഈ ശരീരത്തിൽ വസിക്കാം, ഈ പുരത്തിൽ വസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജീവാത്മാവ് ബുദ്ധിക്ക് അടിമയായിട്ട്, ബുദ്ധി എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ശരീരമാണെന്ന് പറഞ്ഞപ്പോൾ ജീവാത്മാവ് ഈ ശരീരമാണ് നീ, ഈ ശരീരമാണ് ഞാൻ, ഈ ശരീരമാണ് ഇതെൻ്റെയാണ് എന്നൊക്കെ ബുദ്ധി പറഞ്ഞപ്പോൾ ജീവാത്മാവ് അതിനടിമപ്പെട്ടു. അതിൽ വീണിട്ട് അത് ശരിയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ആ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെയൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്, അതാണ് ആ തെറ്റിദ്ധാരണ കേട്ടോ. ഞാനാണ് ഈ ശരീരം, ഞാൻ ഈ ശരീരമാണ്, അതായത് ഞാൻ മുന്നേ എവിടെയായിരുന്നു? ആ അവബോധത്തിലായിരുന്നു, പരമാത്മാവായിരുന്നു. അതൊക്കെ മറന്നിട്ട് ഞാൻ ഈ ശരീരമാണ്. അത് അങ്ങനെ പറഞ്ഞു കൊടുത്തത് ആരാ? ഈ മായയാൽ മൂടപ്പെട്ട ബുദ്ധിയായിരുന്നു അത് പറഞ്ഞു. അത് ആ തോന്നലിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ബുദ്ധിക്ക് കീഴടങ്ങിയിട്ട് ജീവാത്മാവ് ഞാൻ ഈ ശരീരമാണ്, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെയൊക്കെ അനുഭവിക്കുന്നതാണ് ഞാൻ. യഥാർത്ഥത്തിൽ ആത്മാവ് കാരണശരീരത്തിൽ വസിക്കുന്ന ജീവാത്മാവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതൊക്കെ സ്വീകരിക്കുന്നതും വിടുന്നതും ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സ് തൊട്ട് പ്രകൃതിയാണ് അതിനെയൊക്കെ ചെയ്യുന്നത്. ആത്മാവിന് യഥാർത്ഥത്തിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷെ ആത്മാവോട് തെറ്റിദ്ധരിക്കുകയാണ്, ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത്, ഞാനാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത് എന്ന് ആ ബുദ്ധി തോന്നിപ്പിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി. ഇനി നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ അവർ ജീവിക്കാൻ തുടങ്ങി ആ പുരത്തിൽ. അപ്പോൾ ആ പുരത്തിന് കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് 9 ദ്വാരങ്ങളാണ് അതിനുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്? ഓരോ ദ്വാരത്തിലൂടെയും ഈ ജീവാത്മാവ് കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പോയി വരാറുണ്ട്, യാത്ര പോവാറുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഭാഗമാണ് ഇനി വിവരിക്കുന്നത്. അക്ഷിണി നാസികേ കർണൗ മുഖം ശിഷ്ണ ഗുദൗ ഇതി ശിഷ്ണ ഗുദൗ ഇതി ദ്വേ ദ്വാരൗ ബഹിര്യാദി യഹ തത് ഇന്ദ്രിയ സംയുതഃ. അക്ഷിണി 2 കണ്ണുകൾ, നാസികെ 2 മൂക്കുകൾ, കർണൗ 2 കാതുകൾ, മുഖം എന്ന് പറഞ്ഞാൽ വായ, ശിഷ്ണം ജനനേന്ദ്രിയം, ഗുദൗ എന്ന് പറഞ്ഞാൽ മലദ്വാരം. ഇതി ഇപ്രകാരം ദ്വേ 2 ദ്വാരം, 2 ദ്വാരങ്ങൾ, ആ പുരത്തിലേക്ക് കടക്കാനുള്ള ദ്വാരങ്ങൾ. ബഹിർയാദി എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാനായിട്ട് 9 2 ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. യഹ ഈ ജീവാത്മാവ് തത് ഇന്ദ്രിയ സംയുത ഇന്ദ്രിയമാകുന്ന സഖാക്കളോടൊപ്പം ഈ പുറത്തേക്ക് പോകാനുള്ള ദ്വാരത്തിലൂടെയാണ് യാത്ര പോയിരുന്നത് എന്ന് മനസ്സിലായ. ആ ഇന്ദ്രിയ സംയുത എന്ന് വെച്ചാൽ സഖാക്കളോടൊപ്പം ഈ പുരഞ്ജനൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു 25-ാം അധ്യായത്തിൽ. ഈ 9 ദ്വാരങ്ങളിലൂടെ പുരത്തിൻ്റെ നാഥനായിട്ടുള്ള യജമാനനായിട്ടുള്ള പുരഞ്ജനൻ മറ്റു ആ സേവകന്മാരുടെ സഹായത്തോടു കൂടി, അതായത് ബുദ്ധിയുടെ സഹായികളായിട്ട് 10 സേവകന്മാരുടെ സഹായത്തോടു കൂടി പുറത്തു പോയി വരുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്ന് വെച്ചാൽ ഈ 9 ദ്വാരം എന്ന് പറയുന്ന 2 കണ്ണ്, 2 മൂക്കിൻ്റെ, 2 ചെവിയുടെ, 6 പിന്നെ വായ, പിന്നെ മലദ്വാരവും ജനനേന്ദ്രിയവും. അപ്പോൾ 9 ദ്വാരം. ഈ ദ്വാരത്തിലൂടെ ജീവാത്മാവ് മറ്റ് ആ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സേവകന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ആ 10 പേരുടെയും സഹായത്തോടു കൂടി പുറത്ത് പോയി വരാറുണ്ട് എന്ന് വെച്ചാൽ ജീവാത്മാവ് ശരീരം വിട്ടു പോവുകയെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ പോയാൽ പിന്നെ ആ ശരീരത്തിൽ ജീവൻ ഇല്ലല്ലോ. പുറത്ത് പോകാറുണ്ട്, യാത്ര പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നത് യഥാർത്ഥത്തിൽ ആരാ? പുറത്തു പോകുന്നത് യഥാർത്ഥത്തിൽ അല്ല, അതായത് കണ്ണിൻ്റെ ഉള്ളിലെ, കണ്ണ് എന്ന ഇന്ദ്രിയം അതൊരു ഭൗതിക വസ്തുവാണല്ലോ. ഈ കണ്ണിന് കാഴ്ചയെ വലിച്ചെടുക്കാൻ പറ്റുന്നതായിട്ട് എന്ത് വേണം? അവിടെ മരിച്ചു കിടക്കുമ്പോഴും കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നുണ്ടാവും, വല്ലതും കാണാൻ പറ്റുണ്ട? അപ്പോൾ ഒരാൾ പോയി അവിടെ നിന്ന് കണ്ണീന്ന്, അതാരാ? ആ കണ്ണിന് ശക്തി, ആ കാഴ്ചയെ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ആ കണ്ണിനുണ്ട്, ആ ഇന്ദ്രിയത്തിനുണ്ട്. ആ ശക്തിക്കൊരു നിയന്ത്രിത ദേവനുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കണ്ണിന് ആ കാഴ്ച ശക്തി എന്ന് പറയുന്ന ആ കാഴ്ച ശക്തിയെ കൊടുക്കുന്ന ഒരു ദേവനുണ്ട്. ആ ദേവനാണ് ആ ശക്തിയായിട്ട്, പവറായിട്ട് ആ കണ്ണിലിരിക്കുന്നത്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ആ കണ്ണ് പുറത്തുള്ള രൂപത്തെ ഇങ്ങ് വലിച്ചെടുക്കുന്നത്. മരിച്ചു കിടക്കുമ്പോൾ കണ്ണ് ചിലപ്പോൾ തുറന്നിരിക്കും, വല്ല കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ?
കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷേ ആ വസ്തുവിന് ശക്തിയില്ല, ശക്തി പോയി. മനസ്സിലായോ? ശക്തിയില്ലാണ്ടായ രൂപം വലിച്ചെടുക്കില്ല. വലിച്ചെടുക്കുമ്പോഴും ചെവിയുണ്ട്, വല്ലതും കേൾക്കുമോ? വലിച്ചെടുക്കുന്ന ആൾക്ക് വല്ലതും കേൾക്കാൻ പറ്റുമോ? ഇല്ല. ചെവി അവിടെ തന്നെയുണ്ട്, ചെവി മുറിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തൊരു കേൾവി ശക്തിയുണ്ട്. ചെവി എന്ന് പറയുന്ന ഒരു വസ്തു, ആ വസ്തുവിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഫാൻ എന്ന വസ്തു വെറുതെ ചലിക്കുതിരിയോ? അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, ഇലക്ട്രിസിറ്റി. അതുപോലെ ചെവി എന്ന ഇന്ദ്രിയത്തിനെ, വസ്തുവിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇവിടെ. ആ ശക്തി പോയാൽ പിന്നെ ഈ ഇന്ദ്രിയം എവിടെ ഉണ്ടാവും? പക്ഷെ ചെവി ശബ്ദം വലിച്ചെടുക്കില്ല, ശബ്ദത്തെ സ്വീകരിക്കില്ല. അതുപോലെ നാവ്, അതുപോലെ മൂക്ക്. മരിച്ചെടുക്കുന്ന ആൾക്ക് മൂക്കില്ലേ, പക്ഷേ ശ്വാസോച്ഛ്വാസം ഇല്ല. കാരണം എന്താ? ഇതിങ്ങനെ വലിക്കാനും വിടാനും ഒരു ശക്തി വേണം, ആ ശക്തി ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിക്കാൻ വിടുക? അപ്പോൾ ഇതിനൊക്കെ ഒരു ശക്തിയുമുണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക്, അല്ലേ? ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 9 ദ്വാരങ്ങളും കൂടെ ജീവാത്മാവ് ഈ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകുന്നു എന്ന് പറയുമ്പോൾ ജീവാത്മാവ് ശരീരം വിട്ടു പോകുന്നു എന്നല്ല, ആ ശക്തിയുടെ സഹായത്തെ സ്വീകരിച്ച്, ആ ശക്തിയാണ് പുറത്തേക്ക് പോയിട്ട് കണ്ണിന് രൂപത്തെ വലിച്ചു കൊടുക്കുന്നത്. പക്ഷേ ജീവാത്മാവ് വിചാരിക്കുന്നത് എന്താ? ഞാനാണ് ആ കാഴ്ച കാണുന്നത് എന്ന്, അല്ലേ? ജീവാത്മാവ് എന്താ വിചാരിച്ചേ? ആ കാഴ്ച കണ്ടതാരാ? ഞാനാണ് ആ കാഴ്ച കാണുന്നത്, ഞാനാണ് ആ ശബ്ദം കേട്ടത്, ഞാനാണ് ഈ ഭക്ഷണം രുചിച്ചത്, ഞാനാണ് ഈ ശ്വസിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ ജീവാത്മാവല്ലേ ആ രൂപത്തെ വലിച്ചെടുത്തത്? മനസ്സിലായ? ശരിക്കും ജീവാത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ജീവാത്മാവ് ഇവിടെ ബുദ്ധിക്ക് അടിമപ്പെട്ടു പോയപ്പോൾ എന്താണ്ടായത്? ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുകയാണ് ജീവാത്മാവ്. അപ്പോൾ ബുദ്ധിയുടെ സേവകന്മാരായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ പണിയെടുക്കുമ്പോൾ ജീവാത്മാവ് വിചാരിക്കണേ ഞാനാ പണിയെടുക്കണേന്ന്. ഈ സേവകന്മാരുടെ സഹായത്തോടു കൂടി ഞാനാണ് ഇതിനെയൊക്കെ അനുഭവിക്കുന്നത്. ഈ സേവകന്മാർ എനിക്കിത് കൊടുന്നിരുന്നു, പോയി അവരുടെ കൂടെ പോയി ഞാനത് എടുത്തുകൊണ്ട് വരുന്നു, ഞാൻ ഇതിനെ അനുഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ആത്മാവിന് ഒരു പണിയുമില്ല. പക്ഷെ അത് ബുദ്ധി മറച്ചതുകൊണ്ട് അതിനങ്ങനെ ബുദ്ധി തോന്നിപ്പിച്ചതുപോലെ ഭൗതിക ബുദ്ധിയുടെ പിന്നാലെ അടിമപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ 2 വിധമായ ദ്വാരങ്ങളിലൂടെ ജീവാത്മാവ് ഇന്ദ്രിയ സുഹൃത്തുക്കളോടൊപ്പം പുറത്തേക്ക് യാത്ര പോകുന്നത് ഈ രണ്ട് വീതമുള്ള ഈ 9 ദ്വാരങ്ങളിലൂടെയാണ്. ജീവാത്മാവ് പുറത്തു പോകണമെന്ന് വെച്ചാൽ ജീവാത്മാവ് പുറത്തു പോകണമെന്നല്ല, ആ കണ്ണ് എന്ന ഇന്ദ്രിയത്തിൻ്റെ ശക്തി പോയി അതിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ജീവാത്മാവ് ഞാനാണ് ആ കാഴ്ചയെ കണ്ടത്, ഞാനാണ് ഇത് രുചിച്ചത് എന്ന് പറയുമ്പോൾ ജീവാത്മാവിന് ഞാനാണ് അത് പോയി എടുത്തത് എന്ന് തോന്നുകയാണ്. മനസ്സിലായ? യഥാർത്ഥത്തിൽ ആ ശക്തിയാണ്, പ്രകൃതിയാണ് അവിടെ കർമ്മം ചെയ്തത്. പക്ഷേ ജീവാത്മാവിന് ഞാനാണ് അത് സ്വീകരിച്ചത് എന്ന് തെറ്റിദ്ധാരണ തോന്നുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പ്രാചീന ബർഹിസിന് അത് പറഞ്ഞു കൊടുക്കണില്ല, ഇവിടെ പറഞ്ഞു കൊടുക്കണു ജീവാത്മാവ് ഈ ഇന്ദ്രിയ സുഹൃത്തുക്കളോടൊപ്പം പോയിട്ട് ഈ 9 ദ്വാരങ്ങളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു. ഇനി പോകുമ്പോൾ ഈ 9 ദ്വാരങ്ങളുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു, അല്ലേ? ആദ്യത്തെ 2, 4, 5. ആദ്യത്തെ 5 ദ്വാരങ്ങൾ മുകൾ ഭാഗത്താണ്, ഈ പുരത്തിൻ്റെ കിഴക്കോട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? പിന്നെ 2 എണ്ണം തെക്കും വടക്കുമാണ്, പിന്നെ 2 എണ്ണം പടിഞ്ഞാറ് ഭാഗത്ത് ഈ പുരത്തിൻ്റെ അടിയിലാണെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. അത് കുറിച്ചാണ് ഇനി പറയുന്നത്. അക്ഷിണി നാസികേ ആസ്യം ഇതി പഞ്ചപുരഃ കൃതാഃ ദക്ഷിണഃ കർണ ഉത്തരഃ സ്മൃതഃ പശ്ചിമേ ഇതി അധഃ ദ്വാരൗ ഗുദം ശിശ്നം ഇഹ ഉച്യതേ. അക്ഷിണി ആ 2 കണ്ണുകൾ, നാസികേ 2 നാസാരന്ധ്രങ്ങൾ, ആസ്യം എന്ന് വെച്ചാൽ വായ, ഇത് 5 എണ്ണം, പഞ്ചഹ ഈ 5 ദ്വാരങ്ങൾ, പുരഃ കൃതഃ ഈ പുരത്തിൻ്റെ ഈ ശരീരത്തിൻ്റെ മുൻപിൽ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് നോക്കിയിട്ടാണ് ശരീരത്തിൻ്റെ ഈ പുരത്തിൻ്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാം, അല്ലേ? ഇനി
ദക്ഷിണ, ദക്ഷിണ എന്ന് വെച്ചാൽ അതപ്പോൾ ആദ്യത്തെ 9 ദ്വാരങ്ങൾ. ഇനി ദക്ഷിണ, തെക്കുഭാഗത്തുള്ള ദ്വാരം ദക്ഷിണ കർണ, വലത്തെ ചെവിയാണെന്നും. ഇനി ഉത്തര, ഉത്തര വടക്കുഭാഗത്തുള്ള ദ്വാരം എന്ന് പറയുന്നത് ഉത്തര കർണം, അതായത് ഇടതുഭാഗത്തെ ചെവിയാണെന്നും സ്മൃതഃ, മനസ്സിലാക്കൂ. ഇനി പശ്ചിമേ, പടിഞ്ഞാറു ഭാഗത്തായിട്ട് ഇതി, ഇപ്രകാരം അധദ്വാര, താഴെ 2 ദ്വാരൗ എന്നാണ് പറയുന്നത്. താഴെ 2 എണ്ണം ഉണ്ടല്ലോ, ഇപ്പം മുകളിൽ 7 എണ്ണം ആയിട്ടുള്ളൂ, അപ്പോൾ താഴെ 2 എണ്ണം. പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് താഴെ 2 ദ്വാരങ്ങളുണ്ട്. ഒന്ന് ഗുദം, മലദ്വാരം, ഒന്ന് ശിശ്നം, ജനനേന്ദ്രിയം. ഇഹ ഉച്യതേ എന്ന് പറയപ്പെടുന്നു. അപ്പം അത് മനസ്സിലായില്ലേ? 9 ദ്വാരങ്ങൾ. ഈ 9 ദ്വാരങ്ങളിലൂടെ ജീവാത്മാവ് ഇന്ദ്രിയ സുഹൃത്തുക്കളോടൊപ്പം പുറത്തേക്ക് പോകുന്നു. ഇതിൻ്റെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആ ദ്വാരങ്ങൾ എന്നും മനസ്സിലായി. ഇനി ജീവാത്മാവ് ഈ 9 ദ്വാരങ്ങളിലൂടെ എവിടേക്കാണ് പോകുന്നത്, ആരുടെ സഹായത്തോടെയാണ് പോകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അത്, ആ ഭാഗങ്ങൾ? അതായത് അയ്യോ, ഈ ഭാഗമല്ല അല്ലേ, സോറി, 25ാമത്തെ ഭാഗമാണ്. ആ ശ്ലോകങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ആ ശ്ലോകം ഇപ്പോൾ ഓർത്താലേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. ദേ എത്തി. അതെ, 49ആണോ? 39 അല്ലേ? അല്ലേ? 39ാമത്തെ ശ്ലോകമാണോ? അല്ല അല്ലേ? 49ആണ് അല്ലേ? ദമ്പതി പുരം, സപ്ത ഉപരി, ശരിയാ. പഞ്ചദ്വാരങ്ങൾ അത് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഭാഗമാണ് ഓർക്കേണ്ടത്. അതായത് ഈ 9 ദ്വാരങ്ങളിലൂടെ ഈ ജീവാത്മാവ് ഇന്ദ്രിയ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുന്നു. ഏത് ദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് 47ാമത്തെ ശ്ലോകത്തിലുണ്ട്. അതായത് ഗദ്യോത ആവിർമുഖി ച പ്രാഗ് ദ്വാരൗ ഏകത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം വ്യോമത് സഖാഹ എന്ന് പറഞ്ഞൊരു ശ്ലോകം ഓർമ്മയുണ്ടോ? 47. ഗദ്യോതൻ എന്നും ഗദ്യോത എന്നും ആവിർമുഖി എന്നും പേരുള്ള പൂർവ്വ ദിക്കിലെ, കിഴക്ക് ദിക്കിലെ 2 ദ്വാരങ്ങൾ, അത് ഏകത്ര ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അതിലൂടെ ജനപദം, ഏത് ദേശത്തേക്കാണ് പോകുന്നത്? വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്നു. പോകുമ്പോൾ കൂടെ കൂട്ടുന്ന കൂട്ടുകാരൻ ആരായിരുന്നു? ദ്യുമൻ എന്ന് പേരുള്ള കൂട്ടുകാരനോടൊപ്പം പുരഞ്ജനൻ വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്ന 2 ദ്വാരങ്ങളുടെ പേര് ഗദ്യോതം എന്നും ആവിർമുഖി എന്നും. അതാണ് നമ്മൾ 10ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഗദ്യോത ആവിർമുഖി ച അത്ര. ഗദ്യോതം എന്ന് പറയുന്നത് കിഴക്കു ഭാഗത്തുള്ള 2 ദ്വാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആദ്യത്തെ 2 കണ്ണുകൾ. ഗദ്യോതം ഇടത് കണ്ണിൻ്റെ പേരാണ്, ആവിർമുഖി വലത് കണ്ണ്. അപ്പം 2 ദ്വാരങ്ങളുടെയും പേരുകൾ. ഇടത് കണ്ണാണ് ഗദ്യോതം, ആവിർമുഖി എന്ന് പറയുന്നത് വലത് കണ്ണ്. ഈ 2 കണ്ണിലൂടെ അത്ര നേത്ര ഏകത്ര നിർമ്മിതി, 2 ഒരേ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിലൂടെ വിഭ്രാജിതം എന്ന ദേശത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണ് പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ആരെയാ? രൂപം, ആകൃതി അല്ലേ? അപ്പൊ രൂപം, ആ രൂപത്തെയാണ് വിഭ്രാജിതം. അപ്പൊ പോകുന്ന ദേശം രൂപം എന്ന ദേശത്തിലേക്കാണ് പോകുന്നത്. ആ രൂപത്തെ, വസ്തുവിൻ്റെ, പദാർത്ഥങ്ങളുടെ രൂപത്തെ, ആകൃതിയെയാണ് കണ്ണെടുത്തോണ്ട് വരുന്നത് അല്ലേ? കണ്ണ് ഇങ്ങോട്ട് എടുക്കുന്നത്. അതിനുള്ള ശക്തി ആർക്ക്? കണ്ണിന് വേണം. അപ്പൊ കണ്ണിൻ്റെ കൂടെ ഒരു ശക്തി, കണ്ണെന്ന ഇന്ദ്രിയത്തിന് ഒരു ശക്തിയും കൂടി ഉണ്ടാവണം അല്ലേ? ആ ശക്തിയെയാണ് ജീവാത്മാവ് കൂടെ കൊണ്ടുപോകുന്നത് എന്ന്. കണ്ണ്
ശരീരത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല. കണ്ണിന് ആ രൂപത്തിലേക്ക് പോയി എടുത്തുകൊണ്ട് വരണമെങ്കിൽ കണ്ണിന് ശക്തി വേണം. അതാണല്ലോ മരിച്ചു കിടക്കുമ്പോഴും കണ്ണുണ്ട്, ശക്തിയില്ലാത്തത് കൊണ്ട് രൂപത്തെ എടുക്കാൻ പറ്റണില്ല. അപ്പം കണ്ണ് എന്ന ഇന്ദ്രിയത്തിനെയാണ് ഗദ്യോതം എന്നും ആവിർമുഖി എന്നും പറയുന്നത്. ഇത് രണ്ടും ഒരേ സ്ഥാനത്തിരിക്കുന്നു ഈ ശരീരത്തിന്. ഇനി അത് പോകുന്ന ദേശം രൂപം എന്ന ദേശത്തേക്ക്, അതിനാണ് വിഭ്രാജിതം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ദേശത്ത് പോയിട്ട് ആ രൂപത്തെ എടുത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ പോകുന്ന ജീവാത്മാവ് പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് ആരെയാണ്? എടുത്തുകൊണ്ടുവരാൻ പോണെങ്കിൽ എടുത്തുകൊണ്ടുവരാൻ ആര് വേണം? ശക്തി വേണം അല്ലേ? അതിനെയാണ് താഭ്യാം, ഈ കണ്ണുകളിലൂടെ ഈശ്വരഃ ജീവാത്മാവ് ചക്ഷുഷം എന്ന് വെച്ചാൽ കാഴ്ച ശക്തി. കണ്ണിന് രൂപത്തെ എടുക്കണമെങ്കിൽ കാഴ്ച ശക്തി ഉണ്ടാവണം അല്ലേ? ആ ശക്തിയെ കൂട്ടിയിട്ട് വിജഷ്ടേ പോയി ആ രൂപത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ജീവാത്മാവ് ഈ ശരീരത്തിലെ കണ്ണ് എന്ന 2 ദ്വാരങ്ങളിലൂടെ ഈ ശക്തിയാണ് സുഹൃത്ത്, ഈ ശക്തിയെ കൂട്ടിപ്പോയിട്ട് രൂപത്തെ സ്വീകരിക്കുന്നു. സത്യത്തിൽ ജീവാത്മാവ് ചെയ്യണില്ല, പക്ഷെ ജീവാത്മാവ് ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് ആരാ? ശക്തി. പ്രവർത്തിക്കാനുള്ള വസ്തു ആരാ? ശരീരത്തിലെ കണ്ണ്. മനസ്സിലായോ? ഒരാളെങ്കിലും പറയൂ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആത്മാവ് കാരണ ശരീരത്തിലായിരിക്കുന്നത് അല്ലേ? 3 ശരീരത്തിലെ കാരണ ശരീരത്തിൽ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ശരീരം വസ്തു, ആ ഫാനിനെ തിരിപ്പിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിലെ പ്രകൃതി എന്ന ശക്തി. ഈ രണ്ടുമാണ് ചലിപ്പിക്കുന്ന ശക്തിയും ആ ചലിക്കാനുള്ള വസ്തുവും. ഇവർ രണ്ടുപേരും ചേർന്നാണ് ചെയ്യുന്നത്. പക്ഷെ ബുദ്ധി നിർദ്ദേശിച്ചു കൊടുത്തപ്പോൾ ജീവാത്മാവ് ആ മായാബുദ്ധി ആയതുകൊണ്ട് ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ശക്തിയെ കൂട്ടിപ്പോയിട്ട് ആ രൂപത്തെ കണ്ണെന്ന ഇന്ദ്രിയത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ദ്വാരത്തിലൂടെ പുറത്തു പോയിട്ട് രൂപത്തെ എടുത്തുകൊണ്ട് വരുന്നു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷെ അതാണ് ആ കഥയിൽ പറയുന്നത്. നാരദ മഹർഷി പറയാണ്, ഞാൻ പറഞ്ഞ ആ കഥയിൽ പറയുന്ന പുരഞ്ജനൻ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുന്നു. ഇനി ആ സുഹൃത്തിൻ്റെ പേരെന്താണ് ഇവിടെ പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? ദ്യുമാൻ അല്ലേ? ദ്യുമാൻ എന്ന സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ച ശക്തി. അതും കൊണ്ട് പോയിട്ടാണ് രൂപത്തെ എടുത്തിട്ട് വരുന്നത്. ഇനി 11ാമത്തെ മൂക്കിനും പേര് പറഞ്ഞിരുന്നു. നളിനി നാളിനി നാസേ ഗന്ധഃ സൗരഭ ഉച്യതേ ഘ്രാണഃ അവധൂതഃ മുഖ്യ ആസ്യം വിപണോ വാക്ക് രസവിത്ത് വാക്ക് രസവിത്ത് രസഹ. ഇനി നളിനി നാളിനി നാസേ. അപ്പം നളിനി എന്നും നാളിനി എന്നും 2 കവാടങ്ങൾ ദ്വാരങ്ങളുണ്ട് മുഖത്ത്, കിഴക്കോട്ട് തന്നെ മുകൾ ഭാഗത്ത് ഇരിക്കുന്നത്. അത് മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ. അതിനെ ഗന്ധമാണ് സൗരഭ ഉച്ചതേ. സൗരഭം അതായത് ആ പോയിട്ട് എടുത്തിട്ട് അവർ അതിലൂടെ പോകുമ്പോൾ പുരഞ്ജനൻ പുറത്തോട്ട് പോകുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് എവിടേക്കാണ് പോകുന്നത്? സൗരഭം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ഗന്ധത്തെ എടുക്കാനല്ലേ പോകുന്നത്. നാസ മൂക്കിലെ ദ്വാരങ്ങളിലൂടെ ആ ശക്തി പോകുന്നത് ഗന്ധത്തെ സ്വീകരിച്ചു വരാനാണ്. അപ്പം ജീവാത്മാവാകുന്ന പുരഞ്ജനൻ പോകുന്നത് ആ സൗരഭം എന്ന സ്ഥലത്തേക്ക്. സൗരഭം എന്ന് പറയുന്നത് ഗന്ധം സ്വീകരിക്കാൻ. ഇനി പോകുമ്പോൾ ആത്മാവ് ആരെയാണ്, പുരഞ്ജനൻ ആരെ കൂടെ കൂട്ടിയ? മൂക്കിൻ്റെ ശ്വസിക്കാനുള്ള ശക്തി. ആ ശക്തിയെ കൂട്ടണ്ടേ? അതാണ് ഘ്രാണഃ അവധൂതഃ. ആ സുഹൃത്തിൻ്റെ പേര് ആ ശ്ലോകത്തിൽ അവധൂതൻ എന്നാണ്. പുരഞ്ജനൻ അവധൂതൻ എന്ന സുഹൃത്തിനെയും കൂട്ടിയിട്ടാണ് ആ പ്രദേശത്തേക്ക്, സൗരഭം എന്ന ദേശത്തേക്ക് പോയത് എന്ന്. അപ്പോൾ അവധൂതൻ എന്ന സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഘ്രാണശക്തി, ആ വലിച്ചെടുക്കാനുള്ള ഗന്ധം സ്വീകരിക്കാനുള്ള മൂക്കിൻ്റെ ശക്തി. ആ ശക്തിയാണ് പോയിട്ട് ആ ഗന്ധത്തെ സ്വീകരിച്ചു വരുന്നത് ഇവിടെ. പക്ഷെ പുരഞ്ജനനാകുന്ന ജീവാത്മാവ് ഞാൻ ശക്തിയെയും കൂട്ടി പോയിട്ട് സ്വീകരിച്ചു വരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ജീവാത്മാവ് ആരാ? ഈ കർമ്മങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന സാക്ഷി, ദൃക്സാക്ഷി. ഇതൊക്കെ കണ്ടുകൊണ്ട് കാരണ ശരീരത്തിൽ ഇരിക്കുന്ന ആൾ. ഇനി ഇപ്പം 2 കഴിഞ്ഞു. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുകളിലത്തെ അടുത്ത ദ്വാരം വായയാണ്. അതാണ് മുഖ്യ ആസ്യം. ഇനി മുഖ്യമായിട്ട് മറ്റൊരു ദ്വാരം കൂടി ഉണ്ട് കിഴക്ക് ഭാഗത്ത്, അത് വായയാണ്. അതിൻ്റെ പ്രത്യേകത 2 കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, മറ്റേതെന്താ? രുചി അറിയുക അല്ലേ? ഭക്ഷണം കഴിക്കുക. അങ്ങനെ 2 കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. വിപണൻ എന്ന പേരിലുള്ള, വിപണൻ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക, സംസാരിക്കാനുള്ള ശക്തി. ആ ശക്തിയിലൂടെ വാക്ക് എന്ന സംസാരം എന്ന പ്രവൃത്തിയെ ചെയ്യുന്നു. ഇവിടെ അത് പുരഞ്ജനൻ സംസാരം എന്ന പ്രവൃത്തിയിലേക്ക്, വാക്ക് എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്.
ശ്വസിക്കുക, കണ്ണ് സ്വീകരിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ വാക്ക് എന്ന പ്രവൃത്തി വായ ചെയ്യുന്നത്, അത് ചെയ്യാനായിട്ട് സ്വീകരിക്കുന്ന സുഹൃത്തിനെയാണ് വിപണൻ എന്ന് പറയുന്നത്. ഇനി അതുമാത്രമല്ല വായ ചെയ്യുന്നത്, 2 പണി ചെയ്യുന്നുണ്ട്. രസവിത്ത് രസഹ, രസവിത്ത് എന്ന് വെച്ചാൽ രസം അറിയാനുള്ള ശക്തി, രസത്തെ അറിയാനുള്ള രസജ്ഞൻ, അതാണ് രസവിത്ത്. രസത്തെ അറിയാനുള്ള ശക്തി, ആ സുഹൃത്തിൻ്റെ കൂടെ പോയിട്ട് രസം എന്ന രുചിയെ അറിയുന്നു ഇവിടെ ജീവാത്മാവ്. ഇനി ഇവർ പോകുന്ന ദേശത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഇല്ലല്ലോ. വായിലൂടെ പുരഞ്ജനൻ ജീവാത്മാവ് പോകുന്ന ദേശത്തിൻ്റെ പേര് 2 സ്ഥലത്തേക്ക്, കാരണം 2 പ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് ഭക്ഷണം കഴിക്കലും മറ്റേത് സംസാരിക്കലും. ഈ 2 പ്രവൃത്തിയും 2 ശക്തിയുടെ സഹായത്തോടു കൂടി ജീവാത്മാവ് വായ എന്ന ദ്വാരത്തിലൂടെ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലങ്ങൾ ഏതാണെന്നറിയണ്ടേ ഇനി? അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആപണഃ വ്യവഹാരഃ അത്ര ചിത്രം അന്തഃ ബഹൂധനം പിതൃഹു ദക്ഷിണഃ കർണ ഉത്തരഃ ദേവഹു സ്മൃതഃ. ആപണഃ, ആപണൻ എന്ന ദേശം, വ്യവഹാരഃ, വായയുടെ അതായത് സംസാരിക്കുന്ന ആ പ്രവൃത്തി ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ള ആ പ്രവൃത്തി എന്ന് പറയുന്നതാണ് ആപണൻ എന്ന ദേശം. ആ ദേശത്തേക്കാണ് പുരഞ്ജനൻ എന്താ പറയുക, വിപണൻ എന്ന സുഹൃത്തിനെയും കുട്ടി പോണത്. എന്ന് വെച്ചാൽ സംസാര ശക്തി, അതാണ് വിപണൻ. ചെല്ലുന്ന സ്ഥലം ഏതാ? ആപണൻ എന്ന പ്രദേശം, അവിടേക്കാണ് പോകുന്നത്. ആപണൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സംസാരം എന്ന പ്രവൃത്തി, അവിടേക്കാണ് പോണേന്ന്. എന്ന് വെച്ചാൽ ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇനി അത്ര, അതുപോലെ, അന്ത ബഹൂധനം, അതായത് ബഹൂധനം എന്ന് വെച്ചാൽ ഒരു ദേശം, ആ ബഹൂധനം എന്ന് വെച്ചാൽ ആ ദേശത്തേക്ക് ചിത്രം അന്തം എന്ന് പറഞ്ഞാൽ പലവിധ, ചിത്രം എന്ന് വെച്ചാൽ പല വൈവിധ്യങ്ങൾ നിറഞ്ഞ, അന്തഹ എന്ന് വെച്ചാൽ ഭക്ഷണം, ആ ഭക്ഷണത്തെ കൂടി ഈ വായ ചെയ്യുന്നുണ്ട്. വായ എന്ന കവാടത്തിലൂടെ പുരഞ്ജനൻ ബഹൂധനം എന്ന ദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വിവിധ ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്? രസജ്ഞൻ എന്ന ശക്തിയെ കൂട്ടുപിടിച്ചിട്ട് പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കാന്നുള്ള പ്രവൃത്തിനെയാണ് ഇവിടെ ബഹൂധനം എന്ന ദേശത്തേക്ക് പോകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് പിതൃഹു എന്ന് പേരുള്ള ദക്ഷിണകർണ, അതായത് ദക്ഷിണകർണം, വലതുഭാഗത്ത് കർണം. അപ്പോൾ വലതുഭാഗത്ത് വരുന്ന ചെവിയിലൂടെ പിതൃഹു എന്ന് പേരുള്ള വഴി. അപ്പോൾ ഇടതുഭാഗത്തെ ചെവിയുടെ ആ ദ്വാരത്തിൻ്റെ പേരാണ് പിതൃഹു. ഇനി ഉത്തരം, അതായത് വടക്കുഭാഗത്ത് വരുന്നത് ദേവഹു എന്ന 2 ദ്വാരം. അപ്പോൾ അതായത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന കഴിഞ്ഞു, ഇനി ഇടത്തും വലത്തും വരുന്ന ദ്വാരങ്ങളുടെ പേരുകളാണ്. ഇടത് ഭാഗത്ത് വരുന്നത് പിതൃഹും വലതുഭാഗത്ത് വരുന്നത് ദേവഹു എന്നാണ് പറയുന്നത്. ഇടതുഭാഗത്ത് വരുന്നത് ദേവഹു, വലതുഭാഗത്ത്, ദക്ഷിണം എന്നാൽ വലതുഭാഗത്ത് വരുന്നത് പിതൃഹു. 2 ചെവികളുടെ ദ്വാരങ്ങൾക്ക് ഇട്ടിട്ടുള്ള പേരുകളാണ് അത്. പിതൃഹു എന്ന് പറയുന്നത് വലതുഭാഗത്തും ദേവഹു എന്ന് പറയുന്നത് ഇടതുഭാഗത്തും വരുന്ന ചെവികളാണ്. ഇനി അതിലൂടെ, അപ്പോൾ ആ 2 ദ്വാരത്തിലൂടെ പുരഞ്ജനനാകുന്ന ജീവാത്മാവ് പുറത്തേക്ക് പോകുന്ന ദേശവും പോകാൻ കൂടെ കൂട്ടിയ സുഹൃത്തുക്കളും ആരെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പോകുന്ന സ്ഥലം എവിടേക്കാണെന്ന് പറയും. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാല സഞ്ചിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. ഇനി ഈ 2 ചെവികളിലൂടെയും ഈ 2 ദ്വാരം, പിതൃഹു ദേവഹു, ഈ 2 ദ്വാരങ്ങളിലൂടെയും പോകുന്ന പുരഞ്ജനൻ, ആ ജീവാത്മാവ് എത്തുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്നത്. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം, അതായത് പ്രവൃത്തം എന്ന് വെച്ചാൽ കർമ്മം ചെയ്ത് ജീവിക്കൽ, നിവൃത്തം എന്ന് വെച്ചാൽ കർമ്മത്തിൽ ആസക്തനോട് ജീവിക്കലാണ് പ്രവൃത്തി. നിവൃത്തം എന്ന് വെച്ചാൽ പൂർണ്ണ വിരക്തനാവുക, അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തനാവുക, അതാണ് നിവൃത്തം എന്ന് പറയുക. ഇത് 2 ശാസ്ത്രം, ശാസ്ത്രവിധി പ്രകാരം ഉള്ളതാണ്. ഇത് 2 കൂടി ചേർന്നാണ് പഞ്ചാല സഞ്ചിതം. പഞ്ചാല സഞ്ചിതം എന്ന് പറയുന്നത്, പഞ്ചാലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, പഞ്ചാലം എന്ന് പറയുന്നത് ഈ 5 വിഷയങ്ങൾ ചേർന്ന നമ്മുടെ ചുറ്റുപാടാണ് ആ പഞ്ചാല പ്രദേശം എന്ന് പറയുന്നത്. അതിൽ ദക്ഷിണ പഞ്ചാലവും ഉത്തര പഞ്ചാലവും എന്ന ആ ശ്ലോകത്തിൽ 25ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പിതൃഹു ദേവഹു എന്ന 2 വഴിയിലൂടെ ജീവാത്മാവ് പോകുന്നത് ദക്ഷിണ പഞ്ചാലത്തിലേക്കും ഉത്തര പഞ്ചാലത്തിലേക്കുമാണ് പോകുന്നത് എന്ന്. ഈ ദക്ഷിണ പഞ്ചാലം എന്ന് പറഞ്ഞാൽ, തെക്കൻ പഞ്ചാലം എന്ന് പറയുന്നത് പ്രവൃത്തി മാർഗമാണ്. ഉത്തര പഞ്ചാലം എന്ന് പറയുന്നത്
പറയുന്നത് വിരക്തി മാർഗമാണ് എന്നാണ് പറയുന്നത്. അതൊന്നുകൂടി പറഞ്ഞുതരാം. ഇനി പിതൃയാനം ദേവയാനം, അതായത് ദക്ഷിണ പഞ്ചാലത്തിലൂടെ പോയിട്ട് ആ ജീവാത്മാവ് പിതൃയാനം പിതൃലോകത്തെ പ്രാപിക്കുന്നു. ഉത്തര പഞ്ചാലത്തിലൂടെ പോകുന്ന ജീവാത്മാവ് ദേവയാനം ദേവലോകത്തെ, ദേവഹു വഴി കൂടെ പോകുന്നത് ദേവലോകത്തെയും പ്രാപിക്കുന്നു. ഇനി ആ ജീവാത്മാവ് പുരഞ്ജനൻ ശ്രോത്രാത്, ഈ ഒരു ശ്രവണത്തിലൂടെ, ശ്രോത്രാത്ത് വെച്ചാൽ ശ്രവണത്തിലൂടെ, ആ ഇന്ദ്രിയത്തിലൂടെ, ശ്രുതിധരാത്ത് പോകുമ്പോൾ കൂടെ കൂട്ടുന്ന ഒരേ ഒരു സുഹൃത്ത് ശ്രുതിധരാത്ത്, ശ്രുതിധരൻ എന്ന സുഹൃത്ത് എന്ന് വെച്ചാൽ കേൾക്കുക എന്ന ശക്തി. ആ ശക്തിയെയും കൊണ്ടാണ് വ്രജേത്, അങ്ങനെ പോയിട്ട് പിതൃലോകത്തിലേക്കും ദേവലോകത്തേക്കും ഉയർത്തപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുകയാണ് ചെയ്യുക. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് പോലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടോ ഉറയ്ക്കുക. ഒരു കുഞ്ഞ് ആദ്യം കേൾക്കുന്നത് ശബ്ദമായിരിക്കും, കേൾവിയ ശബ്ദമാണ് ആദ്യം വരിക. അപ്പോൾ ഈ പിതൃഹു ദേവഹു എന്ന 2 ദ്വാരങ്ങൾ, 2 ചെവികൾ, ഈ ചെവികളിലൂടെയാണ് ജീവാത്മാവ് ആദ്യം കേൾക്കാൻ തുടങ്ങുന്നത്. ഏറ്റവും ആദ്യം എന്തൊക്കെയാണ് കേൾക്കുക? വിരക്തിയെക്കുറിച്ചാണോ ഒരു കുഞ്ഞ് ആദ്യം കേൾക്കുക? അല്ല, കർമ്മം ചെയ്യാനാണ് കുഞ്ഞ് ആദ്യം കേൾക്കുക, അല്ലേ? അമ്മയുടെ വായിലൂടെ ആദ്യം കേൾക്കുക എന്താ? ഭക്ഷണം കഴിക്കൂ, പാല് കുടിക്കൂ, ഇങ്ങനെ കരയല്ലേ, കൊഞ്ചിക്കുന്നതും ആ ശബ്ദമാണ്. അപ്പോൾ കർമ്മമാണ്. ഈ ഭൗതിക ജീവിതത്തിൽ കർമ്മം ചെയ്ത് ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം കേൾക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ അവരുടെ നിയോഗം അനുസരിച്ചാണ് മുക്തിക്ക് വേണ്ട അല്ലെങ്കിൽ വിരക്തി മാർഗത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെവിയിലൂടെ കേൾക്കുക. നമ്മൾ ആദ്യം കേൾക്കുകയാണ് ജ്ഞാനം, അല്ലേ? കേട്ടതിന് ശേഷമാണ് അനുഭവിച്ചറിയുന്നത്. അപ്പോൾ ഈ 2 മാർഗത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം ഭൗതികമായ കർമ്മങ്ങളെക്കുറിച്ചും പിന്നീട് വിരക്തിയെക്കുറിച്ചും യോഗമുണ്ടെങ്കിൽ കേൾക്കുന്നു. അപ്പോൾ ആ ജീവാത്മാവ് ഭൗതികമായ കർമ്മങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് ആദ്യം തന്നെ പിതൃഹു എന്ന ദ്വാരം, മനസ്സിലായില്ലേ? ആ ഇടത് ചെവി പിതൃഹു എന്ന ദ്വാരം, അതിലൂടെ ആണ്, അല്ല ഇടതല്ല വലത് ചെവി, പിതൃഹു എന്ന ദ്വാരം, അതാണ് തെക്കൻ പാഞ്ചാലം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ദ്വാരത്തിലൂടെ പോകുന്ന സ്ഥലം തെക്കൻ പാഞ്ചാലം. തെക്കൻ പാഞ്ചാലം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാർഗം. മനസ്സിലായ? പുരഞ്ജന എന്ന ജീവാത്മാവ് വലതുഭാഗത്തെ ചെവിയാകുന്ന പിതൃഹു എന്ന ചെവി, ആ ദ്വാരത്തിൻ്റെ പേര്, അതിലൂടെ പോകുന്ന ദേശം തെക്കൻ പാഞ്ചാലം. തെക്കൻ പാഞ്ചാലം എന്ന് വെച്ചാൽ പ്രവൃത്തി മാർഗം, കർമ്മം ചെയ്ത് ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം തൊട്ടേ കേട്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു വരുന്നത്. അങ്ങനെ ജീവിച്ചു ശരീരത്തിൽ നിന്നും പോവുക, അതായത് മരിച്ചു പോയി കഴിയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ജീവാത്മാവ് ഏത് ലോകത്തേക്കാണ് പോകുന്നത്? കർമ്മം പൂർത്തിയാകുമ്പോൾ പോകുന്നത് പുണ്യലോകമായ പിതൃലോകത്തിലേക്ക്. അതാണ് പിതൃഹു എന്ന ആ ദ്വാരത്തിന് പേരിടാൻ തന്നെ കാരണം. അതിലൂടെ ആ ആത്മാവ് ചെന്നെത്തുന്നത് പിതൃലോകത്തിലേക്കാണ്. ആ ആത്മാവ് ആ ശ്രുതിധരൻ എന്ന ശക്തി, കേൾവി ശക്തിയിലൂടെ കേൾക്കുന്നത് പ്രവൃത്തി ചെയ്യുന്നതിനെ, കർമ്മം ചെയ്ത് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ചെറുപ്പം തൊട്ടേ കേൾക്കുന്നത്. അപ്പോൾ ജീവാത്മാവ് അത് കേട്ട് ആ പ്രവൃത്തി ചെയ്ത് അങ്ങനെ പ്രാപിക്കുന്നത്, ഉയർത്തപ്പെടുന്നത് പിതൃലോകത്തിലേക്ക്. ഇനി അതാണ് തെക്കൻ പാഞ്ചാലം. ഇനി ഉത്തര പാഞ്ചാലം എന്നൊരു ദേശമുണ്ട്, അതായത് ഇടതുഭാഗത്തെ ചെവി. അതിൽ കൂടെ പോകുമ്പോൾ ഈ ഇടതുഭാഗത്തെ ചെവിയിലൂടെ പുരഞ്ജനൻ, ആ ശ്രുതിധരൻ എന്ന സുഹൃത്ത് എന്ന് വെച്ചാൽ കേൾവി ശക്തി ഉപയോഗിച്ച് പോകുമ്പോൾ കേൾക്കുന്നത് മുഴുവൻ എന്താ? വിരക്തിയുടെ മാർഗമാണ്. അതായത് കർമ്മങ്ങളിൽ നിന്നൊക്കെ മുക്തമായി എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നൊക്കെ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് ആസക്തിയൊക്കെ കുറഞ്ഞു വരുന്നൊരു അവസ്ഥയെക്കുറിച്ച് ജീവാത്മാവ് കേൾക്കുമ്പോൾ പോകുന്നത് എവിടേക്കായിരിക്കും? ആ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ദേവഹു എന്ന് വിളിക്കാൻ കാരണം ദേവലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു ആ ജീവാത്മാവ്. അപ്പോൾ ജ്ഞാനം കിട്ടാൻ ഏറ്റവും ആദ്യം ഉള്ളത്, അതിനുള്ള 2 വഴി എന്ന് പറയുന്നത് കേൾവിയാണ്. കേട്ടിട്ടാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത്. അത് തെക്കൻ പാഞ്ചാലം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്ത് ജീവിക്കുക. അങ്ങനെ ജീവിച്ചു പൂർത്തിയാക്കുമ്പോൾ ആ ശക്തി ഉപയോഗിച്ച് ജീവാത്മാവ് പോയി ആ ശബ്ദം കേട്ടു, കർമ്മം പ്രവർത്തിച്ചു, അങ്ങനെ പിതൃലോകത്തെ പ്രാപിക്കുന്നു. മറ്റേ ഇടതുഭാഗത്തെ ചെവി എന്ന് പറയുന്നത് ദേവഹു എന്നാണ് പേര്. അതിൽ കൂടെ ജീവാത്മാവ് ഈ കേൾവി ശക്തി ഉപയോഗിച്ച് പുറത്തു പോകുമ്പോൾ കേൾക്കുന്നത് മുഴുവൻ നിവൃത്തി മാർഗമാണ്. അത് കേട്ടപ്പോൾ അതനുസരിച്ച് ആ അവസ്ഥയിലൂടെ ജീവിച്ചപ്പോൾ
ദേവലോകവും പ്രാപിക്കുന്നു. അപ്പോൾ ആ രണ്ടവസ്ഥയിലേക്കും ജീവാത്മാവിനെ എത്തിക്കുന്ന 2 ദ്വാരങ്ങളായിരുന്നു പിതൃഹു ദേവഹു എന്ന 2 ദ്വാരങ്ങൾ. അതാണ് ഇത്രയും ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വരുന്നത് എന്താ? അപ്പോൾ 7 ദ്വാരങ്ങൾ അതിൽ കൂടെ ജീവാത്മാവ് എവിടേക്കൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. ഇനി താഴെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന 2 ദ്വാരങ്ങൾ അത് നമുക്ക് നാളെ എടുക്കാം. മനസ്സിലായില്ലേ?